ലൂസിഫർ പരമ്പരയിലെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് എമ്പുരാൻ. ചിത്രത്തിന് 3-ാം ഭാഗമുണ്ടാകുമെന്ന പ്രഖ്യാപനവും പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തകർ നടത്തിയിട്ടുണ്ട്. ഈ പരമ്പരയിൽ വരാനിരിക്കുന്ന 2 ചിത്രങ്ങളും അനാമോർഫിക് ഫോർമാറ്റിലാകും ചിത്രീകരിക്കുകയെന്നാണ് സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരൻ വ്യക്തമാക്കുന്നത്. എമ്പുരാൻ ഫുൾ ഫോർമാറ്റ് ലെൻസിലല്ല ചിത്രീകരിച്ചിരിക്കുന്നതെന്നും ലൂസിഫർ ചിത്രീകരിച്ച 1:2.8 റേഷ്യോയിൽ അനാമോർഫിക് ലെൻസിൽ തന്നെ 3 ചിത്രങ്ങളും പൂർത്തിയാക്കാനാണ് തീരുമാനമെന്നും പൃഥ്വിരാജ് പറഞ്ഞു. ഛായാഗ്രഹണത്തിലെ തിരശ്ചീനമായ വ്യൂ ഫീൽഡ് ഒരു സ്റ്റാൻഡേർഡ് ഫിലിമിലേക്കോ സെൻസർ വലുപ്പത്തിലേക്കോ ചുരുക്കി നീണ്ട വിശാലമായ സ്ക്രീനിന്റെ പ്രതീതി പ്രേക്ഷകന് നൽകാനായി ഉപയോഗിക്കുന്ന ലെൻസാണ് അനാമോർഫിക് ലെൻസ്. സാധാരണ ലെൻസിൽ പകർത്താനാകുന്നതിനേക്കാൾ കൂടുതൽ ഏരിയ ഇതിൽ പകർത്താനാകും. ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷന്റെ സമയം ഈ ദൃശ്യത്തെ ഡീസീക്വൻസ് ചെയ്ത യഥാർത്ഥ വലുപ്പം പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നതാണ് രീതി. തിരശ്ചീന ലെൻസ് ഫ്ലെയറുകൾ ഉണ്ടാക്കാനുള്ള സൗകര്യം, കൂടുതൽ കാര്യക്ഷമമായ സെൻസർ, ക്ലാസിക് സിനിമാറ്റിക് ലുക്ക്, റെസല്യൂഷൻ നഷ്ടപ്പെടാതെ തന്നെ 2.35:1, 2.39:1 എന്നീ റേഷ്യോകൾ പകർത്താനുള്ള കഴിവ് എന്നിവ അനാമോർഫിക്കിന്റെ സവിശേഷതകളാണ്. ഹോളിവുഡിലെ ബ്രഹ്മാണ്ഡ ചിത്രങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഈ ലെൻസിന് മലയാളത്തിൽ വലിയ പ്രചാരം ലഭിച്ചത് ലൂസിഫറിലൂടെയാണ്. അതിനുശേഷം ക്രിസ്റ്റഫർ, ആനന്ദ് ശ്രീബാല, ഇലവീഴ പൂഞ്ചിറ തുടങ്ങിയ ചിത്രങ്ങളിൽ അനാമോർഫിക് ലെൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.